ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസുൽ ഖാമിസു, ലെസൺ 5, അഞ്ചാമത്തെ പാഠം. ഓക്കെ, ഇതൊരു ഹിവാറാണ്, സഈദും യാസിറും. അപ്പോൾ സഈദ് ചോദിക്കുകയാണ്, അകിതാബു മുഹമ്മദിൻ ഹാദാ യാ യാസിറു. ഓ യാസിറേ, ഈ പുസ്തകം ഇത് മുഹമ്മദിൻ്റെ പുസ്തകമാണോ? ഓ യാസിറേ, ഇത് മുഹമ്മദിൻ്റെ പുസ്തകമാണോ? ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, കിതാബു മുഹമ്മദിൻ എന്നൊരു വാക്ക് കണ്ടോ. കിതാബുൻ എന്നൊരു പദവും മുഹമ്മദുൻ എന്നൊരു പദവും, ഈ രണ്ട് പദങ്ങളും കൂട്ടിച്ചേർത്ത് ഒറ്റ പദമാക്കിയിട്ട് പറയുന്നുണ്ട്. അതായത് മുഹമ്മദ് പുസ്തകം, മുഹമ്മദിൻ്റെ പുസ്തകം, രണ്ടും തമ്മിൽ ഇലാഫത്ത് നടക്കുകയാണ്. ഓക്കെ, അതിനെ പറയുന്നതാണ് ഇലാഫത്ത് നടക്കുക എന്നാണ് പറയുന്നത്. രണ്ട് പദങ്ങൾ, രണ്ട് ഇസ്മുകൾ തമ്മിൽ ഇൻ്റെ അല്ലെങ്കിൽ ഉടെ എന്നൊരർത്ഥം കിട്ടുമാറ് ഒറ്റ പദമാക്കി ഒരു ഇലാഫത്ത് ചെയ്യുന്നു. ഇങ്ങനെ ഇലാഫത്ത് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ പദം അഥവാ എന്തിനെയാണോ ചേർക്കുന്നത് അതിനെ മുദാഫുൻ എന്ന് പറയുന്നു. എന്തിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുദാഫുൻ ഇലൈഹി എന്ന് പറയുന്നു. കിതാബു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുസ്തകം. കിതാബു എന്നുള്ളത് മുദാഫുനും മുഹമ്മദിൻ എന്നുള്ളത് മുദാഫുൻ ഇലൈഹിയുമാണ്. ഖലമു മുദരിസിൻ, ഖലമുൽ മുദരിസി, അധ്യാപകൻ്റെ പേന. ഖലമു എന്നുള്ളത് മുദാഫുനും അൽ മുദരിസി എന്നുള്ളത് മുദാഫുൻ ഇലൈഹിയും ആകുന്നു. ഓക്കെ, ഇനി മുദാഫിന് അലിഫ്ലാം വരാൻ പാടില്ല, തെൻവീനും സ്വീകരിക്കില്ല. മുദാഫിന് അലിഫ്ലാം ഇടാൻ പാടില്ല, തെൻവീനും സ്വീകരിക്കുകയില്ല. മുദാഫുൻ ഇലൈഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും. അത് മുഫ്രദ് അഥവാ ഏകവചനമാണെങ്കിൽ കെസ്ര കൊടുത്തിട്ട്, അല്ലെങ്കിൽ കെസ്രത്തേൻ, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കെസ്രയോ കെസ്രത്തേനോ കൊടുത്തിട്ട് ജെറ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റൂളും നിർബന്ധമായിട്ടും പാലിക്കണം. അപ്പോഴാണ് അതൊരു ഇലാഫത്ത് നടക്കുക. അത് മുദാഫിനും മുദാഫിൻ ഇലൈഹിയും ആവണമെങ്കിൽ ഈ റൂൾസ് എല്ലാം പാലിക്കണം. ഖലമു മുഹമ്മദിൻ, കണ്ടില്ലേ, മുഹമ്മദിൻ. കിതാബുൽ മുദരിസി, കണ്ടോ, കെസ്രത്തേൻ, കെസ്ര കൊടുത്ത് ജെറ് ചെയ്തത് ശ്രദ്ധിച്ചോ. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിതാബു മുഹമ്മദി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ മുഹമ്മദിൻ്റെ പുസ്തകം എന്ന് പറയും അല്ലേ. പക്ഷേ അറബിയിൽ പറയുമ്പോൾ കിതാബിനാണ് ആദ്യം പറയുക കേട്ടോ. കിതാബുമാണ് ആദ്യം പറയുക, മുന്നേ മുഹമ്മദിൻ ആദ്യം പറയുന്നതാണ് മുദാഫ്. ഓക്കെ, കിതാബുമാണ് മുദാഫ്, മുഹമ്മദിനാണ് മുദാഫുൻ ഇലൈഹി. അപ്പോൾ ഇസ്മിൽ തൻവീൻ ഇടാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, രണ്ടെണ്ണം അല്ലേ. അലിഫ്ലാം ഒരു വാക്കിലുണ്ടെങ്കിൽ തൻവീൻ ഇടില്ല. 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾക്ക് തൻവീൻ ഇടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ച മൂന്നാമത്തെ റൂളാണ്, മുദാഫിന് ഒരിക്കലും തൻവീൻ വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇസ്മിന് ജെറ് ചെയ്യുന്ന സന്ദർഭം ഒന്ന് പഠിച്ചു അല്ലേ. ഹർഫ് ജെറിന് ശേഷം മീൻ, അല, ഐല തുടങ്ങിയ ഹർഫ് ജെറിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂറായിരിക്കും, ജെറ് ചെയ്യും. മറ്റൊന്നാണ് മുദാഫുൻ ഇലൈഹി. മുദാഫുൻ ഇലൈഹി എപ്പോഴും മജ്റൂറായിരിക്കും, അതിന് ജെറ് ചെയ്ത ഇസ്മായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. കിതാബു മുഹമ്മദിൻ ഹാദാ യാ യാസിറു. യാ യാസിറു, യാന്നൊരു പദം കണ്ടോ. ആ പദത്തിനെ പറയുക ഹർഫ് നിദാ എന്നാണ് പറയുക. ഒരാളെ വിളിക്കാൻ, ഓക്കെ, വിളിക്കാൻ, ഉണർത്താനൊക്കെ ഉപയോഗിക്കുന്ന ഓ യാസിറേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഏതാനും ചില പദങ്ങളിൽ ഒരു പദമാണ് ഹർഫ് നിദാ എന്നത്. ഇത്തരത്തിലെ ഹർഫ് നിദാ ധാരാളമുണ്ട്. യാ, ഹംസ, അയാ, ഹയ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഹർഫ് നിദാഇന് ശേഷം വരുന്ന ഇസ്മിനെ നമ്മൾ പറയുക മുനാദ എന്നാണ് പറയുക. വിളിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നവൻ, അതിനെ പറയുന്നത് മുനാദ. ഇപ്പോൾ യാ യാസിറു, യാസിറു അതിലെ മുനാദയാണ്. യാ സെയ്ദു, സെയ്ദ് അതിലെ മുനാദയാണ്. ഓക്കെ, അപ്പോൾ ഹർഫ് നിദാഇന് ശേഷം ഈ വരുന്ന മുനാദയുണ്ടല്ലോ, വിളിക്കപ്പെടുന്ന പദം, വിളിക്കുന്ന പദം, അത് ഒരെണ്ണമാണെങ്കിൽ, ഒറ്റ പദമാണെങ്കിൽ അതിന് ദൊമ്മയായിരിക്കും. അതിൻ്റെ അവസാനത്തെ അക്ഷരം, മുനാദൻ്റെ അവസാനത്തെ അക്ഷരം ദൊമ്മ ആയിരിക്കും. യാസിറു, റാക്ക് ദൊമ്മ. യാ സെയ്ദു, യാ ആദമു, കണ്ടില്ലേ, ആദമു, മീമിന് ദൊമ്മയാണുള്ളത്.
ഓക്കെ, അപ്പോൾ മുനാദ ഒറ്റപ്പദമാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് ദൊമ്മയായിരിക്കും, മുനാദ മബനി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം, മുനാദ അഥവാ ഹർഫിനിദാഇന് ശേഷം വരുന്ന പദം ഇസ്മായിരിക്കും. അപ്പോൾ ഇസ്മിനെ തിരിച്ചറിയാനുള്ള കുറച്ച് അടയാളങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. തെൻവീന് വരിക, അലിഫ്ലാമ് വരിക, ഹർഫ് ജറിന് ശേഷം വരുന്നത്. മറ്റൊന്നാണ് മുനാദ എപ്പോഴും ഇസ്മു മാത്രമായിരിക്കും. മുനാദ ഹർഫിനിദാഇന് ശേഷം ഇസ്മു മാത്രമേ വരികയുള്ളൂ. ഇനിയിപ്പോൾ മുനാദ അഥവാ ഹർഫിനിദാഇന് ശേഷം 2 പദങ്ങളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മുലാഫിലേക്ക് വരാം, അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അതുപോലെയൊക്കെ ആണെങ്കിൽ പിന്നെ അത് മുനാദ മൻസൂബായിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് യാ തൊലബൽ ഇൽമി, യാ തൊലബ ബാക്ക് ഫതഹ, തൊലബൽ ഇൽമി അറിവന്വേഷിക്കുന്നവനെ, യാ അബ്ദുല്ലാഹി അബ്ദ. ഓക്കെ, യാ അബ്ദുർ റഹ്മാനി, യാ അബാ ബക്കരി, യാ ബിൻത ബിലാലി. കണ്ടോ, അതിൻ്റെയൊക്കെ ഫസ്റ്റ് വാക്കിന് എന്തായിരിക്കും ഫതഹ. പിന്നെ മുലാഫിനിലേക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മജ്റൂറായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. സഈദുൻ അകിതാബു മുഹമ്മദിൻ യാ യാസിറു. യാസിറേ, ഇത് മുഹമ്മദിൻ്റെ പുസ്തകമാണോ? അപ്പോൾ യാസിർ എന്താ പറയുന്നത്? യാസിറുൻ ലാ ഹാദാ കിതാബു ഹാമിദിൻ. അല്ല, ഇത് ഹാമിദിൻ്റെ പുസ്തകമാകുന്നു. ഓക്കെ അല്ലേ. ലാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹർഫ് ജവാബ്, ഹർഫ് നഫി എന്നൊക്കെ പറയും. ഓക്കെ, നിഷേധിക്കാനുള്ള ഹർഫ് എന്നൊക്കെ പറയും. ഓക്കെ, ഹാദ എന്നുള്ളത് മുബത്തദയാണ്, കിതാബു എന്നുള്ളത് ഖബറാണ് അല്ലേ. വഹുവ മുദാഫ്, ഹാമിദിൻ മുദാഫിനിലേഹി, അവിടെ ഇലാഫത്ത് നടന്നു അല്ലേ. ഹാമിദിൻ്റെ പുസ്തകം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. സഈദ് ചോദിക്കുകയാണ്, ഐന കിതാബു മുഹമ്മദിൻ. മുഹമ്മദിൻ്റെ പുസ്തകം എവിടെയാകുന്നു? മുഹമ്മദിൻ്റെ പുസ്തകം എവിടെയാകുന്നു? കിതാബു മുഹമ്മദിൻ എന്താ? മുദാഫുൻ മുദാഫിനിലേഹിയാണ് അല്ലേ, മുഹമ്മദിൻ്റെ പുസ്തകം. അപ്പോൾ യാസിർ മറുപടി പറയാണ്, ഹുവ അലൽ മക്തബി ഹുനാക്ക. ഹുവ അലൽ മക്തബി ഹുനാക്ക, അത് ഡെസ്കിൻ്റെ അവിടെ, ഡെസ്കിൻ്റെ അടിയിലാണ്. ഹുനാക്ക. ഓക്കെ, അത് ഡെസ്കിൻ്റെ മുകളിലാകുന്നു, അവിടെ. ഹുനാക്ക എന്നൊരു പദം കൂടി ഉണ്ട്. ഹുവ അലൽ മക്തബി, അത് ഡെസ്കിന്മേലാകുന്നു, അവിടെ ഡെസ്കിന്മേലാകുന്നു. ഹുവ എന്നുള്ളത് മുബത്തദ, അലൽ മക്തബി ജാറുൻ വ മജ്റൂർ ശിബ്ഹു ജുംല ഖബർ. ഓക്കെ, അപ്പോൾ ഒരു ഹുനാക്ക എന്നൊരു പദം ഉണ്ട് അല്ലേ, അത് അവിടെ എന്നർത്ഥം കിട്ടാൻ, അവിടെ. അപ്പോൾ അതെന്താ? ഹുനാക്ക എന്നുള്ളത് ദൊർഫാണ് കേട്ടോ. ദൊർഫ് മക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ലൊർഫ് എന്ന് പറഞ്ഞാൽ 2 തരം ലൊർഫുകളുണ്ട്. ഒന്ന് ലൊർഫ് ജമാനുണ്ട്, ജമാനിൻ, മറ്റൊന്ന് ലൊർഫ് മക്കാനിൻ. അപ്പോൾ ലൊർഫ് ജമാൻ എന്താണ്? ഒരു പ്രവൃത്തി നടന്ന കാലം സൂചിപ്പിക്കുന്ന മൻസൂബായിട്ടുള്ള ഇസ്മാണ് കേട്ടോ, മൻസൂബായിട്ടുള്ളത്. ഓക്കെ, ഹുനാക്ക കണ്ടോ, ഫതഹ കൊടുത്തിട്ട് നസ്ബ് ചെയ്തിരിക്കുന്ന കണ്ടോ. അപ്പോൾ മൻസൂബായിട്ടുള്ള ഇസ്മ. ഇനി ഒരു പ്രവൃത്തി നടന്ന സ്ഥലം സൂചിപ്പിക്കുന്ന മൻസൂബായിട്ടുള്ള ഇസ്മിനെ ലൊർഫ് മക്കാനിൻ എന്ന് പറയുന്നു, അതും മൻസൂബായിരിക്കും. അപ്പോൾ ഏതാനും ചില ലൊർഫ് ജമാന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അൻസ, അഖദൻ, അൽ യൗമ, അൽ ആന, ലൊഹ്റൻ, സ്വബാഹൻ, മസാഅൻ, ലൈലൻ, ഖബല, ബഅദ. ഇതൊക്കെ കുറച്ച് ലൊർഫ് ജമാനാണ്, നമ്മുടെ സിലബസിൽ വരുന്നതാണ്. ഇനി കുറച്ച് ലൊർഫ് മക്കാൻ, അതും കൂടി പഠിച്ചു വെച്ചോളൂ കേട്ടോ. അമാമ, ഖൽഫ അല്ലെങ്കിൽ വറാഅ, ഫൗക, തഹ്ത, ബൈന, ഹുന, ഹുനാക്ക, ഇൻദ, മഅ, ഖുർബ. ഇതൊക്കെ ഏതാനും ചില ലൊർഫ് മക്കാനാണ്, നമ്മുടെ ഈ ഒരു ബുക്കിൽ വരുന്നതാണ്. അതും നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തത് നോക്കിയേ, പാഠത്തിലേക്ക് പോകാം. ഓക്കെ, സഈദ് പറയണ എന്താ? ഐന ദഫ്തറു അമ്മാരിൻ. ഓക്കെ, അമ്മാറിൻ്റെ നോട്ട് പുസ്തകം എവിടെയാണ്? ദഫ്തറു എന്ന് പറഞ്ഞാൽ ഖുറാസത്തു, നോട്ട് ബുക്ക് കേട്ടോ. അമ്മാറിൻ്റെ നോട്ട് പുസ്തകം എവിടെയാണ്? ദഫ്തറു അമ്മാറിൻ എന്ന് പറഞ്ഞാൽ മുലാഫുൻ ഇലൈഹിയാണ്. അപ്പോൾ യാസിർ മറുപടി പറയുന്നത് ഹുവ അലൽ മക്തബിൽ മുദർരിസി. ഹുവ എന്ന് പറഞ്ഞാൽ അത് അധ്യാപകൻ്റെ ഡെസ്കിൻ്റെ മുകളിലാകുന്നു. അധ്യാപകൻ്റെ ഡെസ്കിന്മേലാകുന്നു, മുകളിൽ നല്ല ഡെസ്കിന്മേലാകുന്നു. ഓക്കെ, ഇവിടെ ഹുവ എന്നുള്ളത് മുബത്തദ, അലൽ മക്തബി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അൽ മുദരിസി എന്നുള്ളത്
എന്താ അപ്പോൾ അൽ മക്തബിൻ്റെ മുലാഫാണ്, അതിൻ്റെ മുലാഫുൻ ഇലൈഹിയാണ് അൽ മുദരിസി എന്നുള്ളത്. അപ്പോൾ സയ്യിദ് വീണ്ടും ചോദിക്കുകയാണ് ഖലമു മൻ ഹാദാ യാ അലിയു. ഒരു പുതിയൊരു ഇതാണ് കേട്ടോ, പാറ്റേൺ ആണത്. നമ്മൾ മണ്ണ് പഠിച്ചിട്ടുണ്ടല്ലേ, ആര്, ഹൂ എന്നാണ് അല്ലേ. ഖലമു മൻ എന്ന് പറഞ്ഞാൽ ആരുടെ പേന, ഇസ്മിൻ്റെ ശേഷം മണ്ണ് വരുന്നത് കേട്ടോ, ആരുടെ പേന. ഖലമു മൻ ഹാദാ യാ യാസിറു. ആരുടെ പേനയാണിത് യാസിറേ, ഓ യാസിറേ, ഇത് ആരുടെ പേനയാകുന്നു. ആ ഒരു പ്രയോഗം പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, അലി പറയുകയാണ് ഹാദാ ഖലമുൽ മുദരിസി, ഇത് അധ്യാപകൻ്റെ പേനയാകുന്നു. ഹാദാ ഖലമുൽ മുദരിസി. ഹാദ എന്നുള്ളത് മുബ്തദ, ഖലമു എന്നുള്ളത് ഖബർ അല്ലേ, ഖബർ. വഹുവ മുദാഫ്, അൽ മുദരിസി മുദാഫുൻ ഇലൈഹി. അടുത്തത് എന്താ പറയുന്നത്, അടുത്ത സയ്യിദ് വീണ്ടും ചോദിക്കുകയാണ് ഐന ഹഖീബത്തുൽ മുദരിസി, അധ്യാപകൻ്റെ ബാഗ് എവിടെയാണ്. ഹഖീബത്തു എന്ന് പറഞ്ഞാൽ ബാഗ്, അധ്യാപകൻ്റെ ബാഗ് എവിടെയാണ്. അലിയുൻ മറുപടി പറയുന്നത് ഹിയ തഹ്തൽ മക്തബി, അത് ഡെസ്കിൻ്റെ അടിയിലാകുന്നു. അത് ഹിയ, ഇവിടെ ഹിയ എന്ന് ഉപയോഗിക്കാൻ കാരണം ഹഖീബത്തുൻ എന്നുള്ളത് അവസാനിക്കുന്നത് താ മർബൂത്തയിലാണ്, ഓക്കെ, കെട്ടുള്ള തായിലാണ്. അപ്പോൾ അത് ഫെമിനിൻ ജെൻഡറായിട്ടാണ് അഥവാ മുഅന്നസ് ആയിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ടാണ് ഹിയ എന്ന് വന്നത്. ഓക്കെ, ഹിയ തഹ്തൽ മക്തബി. ഓക്കെ, ഹിയ എന്നുള്ളത് മുബത്തദ, തഹ്ത എന്നുള്ള ആ ഒരു മൻസൂബായ പദമാണ് ഖബർ അല്ലേ. അപ്പോൾ തഹ്ത എന്നുള്ളത് എന്താ, ഓക്കെ, തഹ്ത എന്നുള്ളത് ദർഫാണ് കേട്ടോ. ഓക്കെ, ലർഫാണ് അൽ മക്തബി മുലാഫിൻ ഇലൈഹി. അത് പറഞ്ഞുതരാം. ചില ലർഫുകൾ മുലാഫായിട്ട് വരും. ഇവിടെ മുലാഫായിട്ടാണ് വന്നിട്ടുള്ളത്. തഹ്തൽ മക്തബി, ശ്രദ്ധിച്ചേ, മേശയുടെ അടിയിൽ, ഉടേ, ഇൻ്റെ അല്ലേ. അപ്പോൾ ഏതാ, തഹ്ത എന്നുള്ളത് മുലാഫായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മുലാഫായിട്ട് വരുമ്പോൾ അതിന് ശേഷം വരുന്ന ഇസ്മ മുലാഫുൻ ഇലൈഹി ആയിരിക്കും. മുലാഫുൻ ഇലൈഹി മജ്റൂറായിരിക്കും. എല്ലാ ലർഫുകളും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ചില സമയത്ത് ചില ലർഫുകൾ ഖബറായിട്ട് വരും, എന്നാൽ ലർഫുകൾ മുബത്തദയായിട്ട് വരികയില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഖബറായിട്ടാണ് വന്നിട്ടുള്ളത്, അത് പറഞ്ഞില്ല അല്ലേ. ഓക്കെ, ചില ലർഫുകൾ ഖബറായിട്ട് വരും, എല്ലായ്പ്പോഴും അല്ല, ചില സമയങ്ങളിൽ. എന്നാൽ ലർഫുകൾ മുബത്തദയായിട്ട് വരികയില്ല. ഓക്കെ, അങ്ങനെ ലർഫുകൾ ഖബറായിട്ട് വരുന്ന സമയത്ത് അത്തരം ഖബറുകളെ, ലർഫ് ഖബറായിട്ട് വരുമ്പോൾ അത്തരം ഖബറുകളെ ഷിബ്ഹു ജുംല എന്നുകൂടി വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഖബർ 2 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാക്കിൽ വരിക, അത് മർഫു ആയിരിക്കും, മറ്റൊന്ന് ജാറുൻ വ മജ്റൂറുൻ ആയിട്ട് വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഖബറാണ് ദർഫായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അതിനെ പറയുക ഷിബ്ഹു ജുംല എന്നാണ്. ഓക്കെ, ഇനി പാഠത്തിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞല്ലോ ഹിയ മുബ്തദ, തഹ്ത എന്നുള്ളത് ഖബറാണ്, ലർഫാണ്, ഖബറാണ്. അത് നമ്മൾ മുലാഫിൻ്റെ പണിയെടുക്കുമെങ്കിലും നമ്മൾ മുലാഫ് എന്ന് പറയില്ല, എന്നാൽ അതിന് ശേഷമുള്ളതിനെ മുലാഫുൻ ഇലൈഹി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ലെസൻ്റെ, അതൊന്ന് നോക്കുക. ഓക്കെ, ഇനി അത്തമാരീനു, എക്സസൈസസ് കേട്ടോ, അതൊന്ന് നോക്കാം. അജിബ്, നീ ഉത്തരം നൽകണം. അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക്. ഒന്നാമത്തെ ചോദ്യം എന്താ, ഐന കിതാബു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുസ്തകം എവിടെയാണ്. അപ്പോൾ എവിടെയായിരുന്നു, ഹുവാലൽ മക്തബി ഹുനാക്ക. നമ്മൾ ലെസണിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഐന കിതാബു അമ്മാരിൻ, അമ്മാറിൻ്റെ പുസ്തകം എവിടെയാണ്, ഹുവാലൽ മക്തബി മുദരിസി. നമ്മളതിൽ നോക്കിയിട്ട് എഴുതുക കേട്ടോ. അതിന് ഹഖീബത്തുൽ മുദരിസി, അധ്യാപകൻ്റെ ബാഗ് എവിടെയാകുന്നു. ഹിയ തഹ്തൽ മക്തബി. നമ്മൾ ലെസണിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അടുത്തത് അലിഫിൽ കലിമത്തിൽ ഊല ഇലസാനിയ. ഓക്കെ, അലിഫ് എന്ന് പറഞ്ഞാൽ ചേർക്കുക, നീ ചേർക്കണം. ഒന്നാമത്തെ വാക്കിനെ രണ്ടാമത്തെ വാക്കിലേക്ക് ചേർക്കുക. അപ്പോൾ ഇവിടെ കിതാബുൻ എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്, മുഹമ്മദുൻ മറ്റൊരു പദം കൂടി തന്നിട്ടുണ്ട്. അതിന് രണ്ടിനെയും കൂടി ഇലാഫത്ത് ചെയ്തിട്ട് ഒറ്റ പദമാക്കുക. അപ്പോൾ അതിലെന്താ അർത്ഥം വരും, കിതാബു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ എന്നുള്ള അർത്ഥം കിട്ടുമാറ് രണ്ടും ചേർക്കണം. അപ്പോൾ നമ്മുടെ മുദാഫും മുദാഫിലേഹിൻ്റെ ഒക്കെ നിയമങ്ങൾ പാലിച്ച് വേണം ചേർക്കാനായിട്ട്. ഓക്കെ, നോക്കിയേ, ഖലമുൻ ഹാമിദുൻ, എങ്ങനെ, ഖലമു ഹാമിദീൻ. ഓക്കെ,
കലമു തൻവീനിന് ഒഴിവാക്കണം. മുലാഫിന് ഒരിക്കലും തൻവീൻ വരില്ല. ഹാമിദുൻ എന്നത് ഹാമിദീൻ എന്നാക്കണം. മജ്റൂർ ജെറ് ചെയ്യണം. ഓക്കെ. ബൈത്തു ഹാമിദിൻ്റെ പേനാട്ടോ. ബൈത്തുൻ അബ്ബാസുൻ അതെങ്ങനെയാണ് വരിക? ബൈത്തു അബ്ബാസിൻ അബ്ബാസിൻ്റെ വീട്. ഗുർഫത്തുൻ അലിയുൻ അതെങ്ങനെയാണ് വരിക? ഗുർഫത്തു അലിയിൻ അലിയിൻ്റെ മുറി. ദഫ്തറുൻ സഈദുൻ സഈദ് അപ്പോൾ എങ്ങനെ എഴുതുക? ദഫ്തറു സഈദിൻ ദിൻ. ഓക്കെ. ആ തൻവീൻ ഒഴിവാക്കണം. ഓക്കെ. സഈദിൻ്റെ നോട്ട് പുസ്തകം. മിന്ദീലുൻ യാസിറുൻ മിന്ദീലു യാസിരിൻ. ഖമീസുൻ യാസിറിൻ്റെ ടവൽ കേട്ടോ. ഖമീസുൻ അമ്മാറുൻ ഖമീസു അമ്മാരിൻ അമ്മാറിൻ്റെ ഷർട്ട്. സരീറുൻ ഖാലിദ്. ഓക്കെ. സരീറു ഖാലിദിൻ ഖാലിദിൻ്റെ കട്ടിൽ. അങ്ങനെ തൻവീൻ ഒഴിവാക്കുക, അതുപോലെ ജെറ് ചെയ്തുകൊണ്ട് വായിക്കുക. ഓക്കെ. അടുത്ത കോളം നോക്കിയേ. അടുത്ത കോളത്തിൽ മുദാഫിൻ ഇലൈഹി എന്താണ്? മാരിഫയാണ് കേട്ടോ. ഓക്കെ. മക്തബുൻ അൽ മുദരിസി അധ്യാപകൻ്റെ ഡെസ്ക്. ഓക്കെ. അവിടെ മുദാഫിൻ ഇലൈഹി മജ്റൂറാണ്. പക്ഷെ നമ്മൾ കെസ്റത്തേനാണ് ആദ്യത്തെ കോളത്തിൽ എഴുതിയെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ കെസ്റ കൊടുത്തിട്ടാണ്. കാരണം എന്താ? അലിഫ്ലാം ചേർന്ന് വരുന്ന പദങ്ങൾ തൻവീൻ സ്വീകരിക്കില്ല. ഓക്കെ. അടുത്തത് മിഫ്താഹുൻ അൽ ബൈത്തു എങ്ങനെ എഴുതുക? മിഫ്താഹുൽ ബൈത്തി തൻവീനിന് ഒഴിവാക്കുക. മുലാഫിൻ്റെ അൽ ബൈത്തു എന്നുള്ളത് അൽ ബൈത്തി എന്നാക്കുക. മജ്റൂർ. ഓക്കെ. വീടിൻ്റെ താക്കോൽ. ദുക്കാനുൻ അത്താജിറു കച്ചവടക്കാരൻ്റെ ഷോപ്പ് കട. ബൈത്തുൻ അൽ മുഹന്ദിസു ബൈത്തുൽ മുഹന്ദിസി എഞ്ചിനീയറുടെ വീട്. ഇസ്മുൻ അൽ വലദു പേര് ബോയ് അല്ല ഇസ്മുൽ വലദി ആൺകുട്ടിയുടെ പേര്. കിതാബുൻ കിതാബുല്ലാഹി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ബിന്തുൻ ബിന്തുത്വബീബി. ഓക്കെ. ഡോക്ടറുടെ പെൺകുട്ടി. അടുത്തത് മിഫ്താഹുൻ അസ്സയ്യാറത്തു. ഓക്കെ. സയ്യാറത്തു ലാമ് സൈലൻ്റ് ആവുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്. ഷംസി ആയതുകൊണ്ട്. മിഫ്താഹു സയ്യാറത്തി കാറിൻ്റെ താക്കോൽ. ഓക്കെ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആൻസർ കീ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതിന് ശേഷം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതിലിടുന്നുണ്ട് കേട്ടോ. അടുത്ത കൂടി വായിച്ചിട്ട് ആൻസർ കീ വരുവേ. ഓക്കെ. മൂന്നാമത്തെ എക്സസൈസ്. ഇഖ്റ നീ വായിക്കുക. വക്തുബ് നീ എഴുതുക. മഅദബത്തി അവാഖിരിൽ കലിമാത്തി വാക്കുകളുടെ അവസാനത്തെ ഹർക്കത്ത് വ്യക്തമാക്കിക്കൊണ്ട്. ഓക്കെ. വോക്കലൈസി. ഓക്കെ. എങ്ങനെ വായിക്കുന്നത് ഞാൻ വായിച്ചു തരാം കേട്ടോ. ബാബുൽ മദ്രസയുടെ സ്കൂളിൻ്റെ വാതിൽ. ഹിമാറുർ റജുലി പുരുഷൻ്റെ കഴുത. ബൈത്തു ഹാമിദിൻ്റെ വീട്. സയ്യാറത്തുൽ മുദീറിൻ്റെ മാനേജറുടെ കാറ്. മിന്ദീലു അമ്മാറിൻ്റെ ടവൽ. ഇസ്മു താലിബി വിദ്യാർത്ഥിയുടെ പേര്. ബൈത്തുല്ലാഹി അള്ളാഹുവിൻ്റെ ഭവനം. ഫീ കിതാബില്ലാഹി അവിടെ കിതാബു എന്ന് പറയരുത്, കാരണം എന്താ? ഹർഫ് ജെറ് മുന്നിൽ വന്നിട്ടുണ്ട്. ഫീ കിതാബില്ലാഹി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ. കണ്ടോ? ഫീ എന്നുള്ളത് ഹർഫ് ജെറ്, കിതാബി ഇസ്മു മജ്റൂർ വഹുവ മുലാഫ്, അള്ളാഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. മിൻ ബൈത്തിൽ മുദരിസി. കണ്ടോ? മിൻ ബൈത്തിൽ മുദരിസിൻ്റെ വീട്ടിൽ നിന്ന്. അലൽ മക്തബിൽ മുദീറിൻ്റെ ഡെസ്കിന്മേൽ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ആൻസർ കീ കൂടി നിങ്ങൾ ചെയ്തതിന് ശേഷം ആൻസർ കീ ചെക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് ഇഖ്റ നീ വായിക്കുക. അൽ ഖുർആനു കിതാബുല്ലാഹി ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു. നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അൽ ഖുർആനു എന്നുള്ളത് മുബത്തദ, അൽ കിതാബു എന്നുള്ളത് ഖബറാണ്, വഹുവ മുലാഫ്, അള്ളാഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. അൽ കഅബത്തു ബൈത്തുല്ലാഹി കഅബ അള്ളാഹുവിൻ്റെ ഭവനമാകുന്നു. അൽ കഅബത്തു മുബത്തദ, ബൈത്തു എന്നുള്ളത് ഖബർ, വഹുവ മുലാഫ്, അള്ളാഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. ഓക്കെ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുല്ലാഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറാണ്, ദൂതനാകുന്നു.
ഓക്കെ, മുഹമ്മദുൻ എന്നുള്ളതാണ് അതിലെ മുബ്തദ അല്ലേ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നബി മുഹമ്മദിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ അതിൻ്റെ ഖബർ? റസൂൽ എന്നുള്ളതാണ് ഖബർ, വഹുവ മുലാഫ്, അള്ളാഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. അടുത്തത് നോക്കിയേ, ഖറജൽ മുദരിസു മിനൽ ഗുർഫത്തിൽ മുദീരി. ഓക്കെ, ഇത് ജുംലത്തുൽ ഫിഅലിയാണ് അല്ലേ. ഓക്കെ, അധ്യാപകൻ പ്രധാന അധ്യാപകൻ്റെ മുറിയിൽ നിന്നും പുറപ്പെട്ടു എന്നാണ് കേട്ടോ. അപ്പോൾ ഫിഅലിയാണ്. അപ്പോൾ നമ്മൾ ഫിഅലിനെ കണ്ടുപിടിക്കണം. ഖറജയാണ് ഫിഅൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫായിലിനെ സെർച്ച് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മൻസൂബായ പദം, മർഫൂ ആയിട്ടുള്ളൊരു പദമുണ്ട്, അൽ മുദരിസു, അതാണ് അതിൻ്റെ ഫായിൽ കേട്ടോ. ഖറജ എന്നുള്ളത് ഫിഅൽ, അൽ മുദരിസു ഫായിൽ. ഓക്കെ, മിനൽ ഗുർഫത്തിൽ മുദീരി, അത് മിനൽ ഗുർഫത്തി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ അല്ലേ. പിന്നെ ഗുർഫത്തു എന്നുള്ളത് മുലാഫ്, അൽ മുദീരി മുലാഫിൻ ഇലൈഹി. അടുത്തത് ഹാദ ബൈത്തു ഹാമിദിൻ വദാലിക ബൈത്തു ഖാലിദിൻ. ഇത് ഹാമിദിൻ്റെ വീടും അത് ഖാലിദിൻ്റെ വീടുമാകുന്നു. ഓക്കെ, ഹാദ എന്നുള്ളത് മുബത്തദ, ബൈത്തു എന്നുള്ളത് ഖബർ, വഹുവ മുദാഫ്, ഹാമിദിൻ മുദാഫുൻ ഇലൈഹി, വാവുൽ അത്ഫ്, ദാലിക മുബത്തദ, ബൈത്തു എന്നുള്ളത് ഖബർ, വഹുവ മുദാഫ്, ഖാലിദിൻ മുദാഫുൻ ഇലൈഹി. അടുത്തത് നോക്കൂ, ഏഴാമത്തെ, ഇബ്നു അമ്മാരിൻ താലിബുൻ വബ്നു യാസിരിൻ താജിറുൻ. ഓക്കെ, ഇബ്നു അമ്മാറിൻ്റെ മകൻ വിദ്യാർത്ഥിയും യാസിറിൻ്റെ മകൻ കച്ചവടക്കാരനുമാകുന്നു. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വബ്നു എന്നാണ് അല്ലേ. ഇബ്നു എന്ന് തുടക്കത്തിലായതുകൊണ്ട് ഹംസ ഉച്ചരിക്കും. കാരണം അതായത് ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉച്ചരിക്കും. ഓക്കെ, മറ്റൊരുത്തൊക്കെ വബ്നു, അതെങ്ങനെയാണ്? സെൻറ്റൻസിൻ്റെ മിഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ആ ഹംസ ഉച്ചരിക്കേണ്ട, വബ്നു അവിടെ വസ്ൽ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ. എഴുത്തിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇബ്നു അമ്മാരിൻ, നോക്കാം. ഇബ്നു എന്നുള്ളത് മുബത്തദ, വഹുവ മുദാഫ്, അമ്മാരിൻ മുദാഫുൻ ഇലൈഹി. ഓക്കെ, മുബത്തദ കൂടിയാണ് കേട്ടോ. ഇബ്നു താലിബുൻ, അതിൻ്റെ ഖബറാണ് താലിബുൻ എന്നുള്ളത്. ഓക്കെ, അടുത്തത് വാവുൽ അത്ഫ്, വബ്നു മുബത്തദ വഹുവ മുദാഫ്, യാസിരിൻ മുദാഫുൻ ഇലൈഹി, താജിറുൻ എന്നതാണ് അതിൻ്റെ ഖബർ. ഓക്കെ, ഇനി എട്ടാമത്തെ, ബൈത്തുൽ മുദരിസി ബഈദുൻ വബൈത്തു താജിരി ഖരീബുൻ. മുദരിസിൻ്റെ അധ്യാപകൻ്റെ വീട് ദൂരെയും കച്ചവടക്കാരൻ്റെ വീട് അടുത്തുമാകുന്നു. ബൈത്തു എന്നുള്ളത് മുബത്തദ, വഹുവ മുദാഫ് അല്ലേ. ഇലാഫത്ത് നടന്നിട്ടുണ്ട് അല്ലേ. അധ്യാപകൻ്റെ, ഇൻ്റെ, ഉടെ. ഓക്കെ, മുദാഫ്. ഓക്കെ, അൽ മുദരിസി മുദാഫുൻ ഇലൈഹി, ഖബറാണ് അതിൻ്റെ. ബഈദുൻ എന്നുള്ളത് വാവുൽ അത്ഫ്, ബൈത്തു എന്നുള്ളത് മുബത്തദ, അത്താജിരി ബൈത്തു എന്നത് മുബത്തദയാണ്, വഹുവ മുലാഫ്, അത്താജിരി മുലാഫുൻ ഇലൈഹി, ഖരീബുൻ എന്നുള്ളത് അതിൻ്റെ ഖബർ കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ അടുത്തും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഒന്നാമത്തെ വായിച്ചിട്ടുണ്ട് അതിൽ, ഐന ബൈത്തുൽ മുദരിസി, അധ്യാപകൻ്റെ വീട് എവിടെയാണ്? ഹുവ ബഈദുൻ, ഹുവ മുബത്തദ, ബഈദുൻ ഖബർ കേട്ടോ. അത് ദൂരെയാകുന്നു. ബാക്കിയെല്ലാം നമ്മൾ വായിച്ചു പോയതാണ് അല്ലേ. ഓക്കെ, അടുത്തത് നോക്കൂ കേട്ടോ. ഹാദ മിഫ്താഹു സയ്യാറത്തി, ഇത് കാറിൻ്റെ താക്കോലാകുന്നു. ഐന മിഫ്താഹുൽ ബൈത്തി, വീടിൻ്റെ താക്കോൽ എവിടെയാകുന്നു? ചോദ്യമാണ്. ഓക്കെ, ഹാദ എന്നുള്ളത് മുബത്തദ, മിഫ്താഹു എന്നുള്ളത് ഖബർ, വഹുവ മുലാഫ്, അസ്സയ്യാറത്തി മുലാഫുൻ ഇലൈഹി അല്ലേ. വീടിൻ്റെ കാറിൻ്റെ താക്കോൽ. ഓക്കെ, മിഫ്താഹുൽ ബൈത്തി എന്ന് പറയുമ്പോഴും മുലാഫ് ഇലൈഹിയാണ്, മുദാഫുൻ ഇലൈഹി. ഐന എന്നുള്ളത് ഹർഫുൽ ഇസ്തിഫ്ഹാം. അടുത്തത്, മൻ അൻത യാ വലദു, ഓ ആൺകുട്ടി നീ ആരാകുന്നു? അനബനു അബ്ബാസിൻ, ഞാൻ അബ്ബാസിൻ്റെ മകനാകുന്നു. അന മുബത്തദ, ഇബനു അറിയാലോ ഹംസത്തുൽ വസ്ലായതുകൊണ്ടാണ് അനബനു എന്ന് പറയുന്നത്. ഹംസ ഉച്ചരിക്കില്ല കൂട്ടി പറയുമ്പോൾ കേട്ടോ. ഇബനു എന്നുള്ളത് ഖബർ, വഹുവ മുദാഫ്, അബ്ബാസിൻ മുദാഫുൻ ഇലൈഹി മജ്റൂർ. വബനു മൻ ഹുവ, വബനു മൻ ഹുവ, ആരുടെ മകൻ, ആരുടെ മകനാകുന്നു ഇവൻ? മൻ അറിയാലോ, നമ്മൾ പഠിച്ചതല്ലേ. വബനു മൻ പിന്നെ വന്നു കഴിഞ്ഞാൽ ആരുടെ, ഹൂസ് എന്നുള്ള അർത്ഥം കിട്ടും. വബനു മൻ ഹുവ, വബനു മൻ എന്ന് പറഞ്ഞാൽ ആരുടെ മകൻ, ഹുവ അവൻ ആരുടെ മകനാകുന്നു?
ഹുവ ബനു ഖാലിദിൻ, അവൻ ഖാലിദിൻ്റെ മകനാകുന്നു. ഹുവ മുബ്തദ, ഇബ്നു എന്നുള്ളത് ഖബർ, വഹുവ മുളാഫ്, ഖാലിദിൻ മുളാഫുൻ ഇലൈഹി. അടുത്തത് ഐന മസ്ജിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എവിടെയാകുന്നു? മസ്ജിദു റസൂലില്ലാഹി, രണ്ട് ഇളാഫത്താണ്, അള്ളാഹുവിൻ്റെ, കണ്ടോ, അള്ളാഹുവിൻ്റെ, റസൂലിൻ്റെ മസ്ജിദ്, കണ്ടോ, മസ്ജിദു റസൂലി, മസ്ജിദു എന്നുള്ളത് മുളാഫ്, റസൂലി മുളാഫുൻ ഇലേഹി, അല്ലേ, മുളാഫുൻ ഇലേഹി എന്തിൻ്റെ, മസ്ജിദിൻ്റെ മുളാഫുൻ ഇലേഹിയാണ് റസൂൽ, റസൂലിൻ്റെ പള്ളി. ഓക്കെ, വീണ്ടും അത് മുളാഫിൻ്റെ പണി എടുക്കുന്നുണ്ട്, കണ്ടോ, അള്ളാഹുവിൻ്റെ റസൂൽ, അപ്പോൾ അവിടെ വീണ്ടും മുളാഫാണ്, മുളാഫുൻ ഇലേഹി, റസൂലു എന്നുള്ളത് മുളാഫുൻ ഇലേഹിയുമാണ്, മുളാഫുമാണ്, അള്ളാഹു എന്നുള്ളത് മുളാഫുൻ ഇലേഹി. അപ്പോൾ രണ്ടിടത്തും മജ്റൂർ, ജറ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ, ഹുവ ഫി മദീനത്തിൽ മുനവ്വറത്തി, അത് പ്രകാശപൂരിതമായ മദീനയിലാകുന്നു. ഓക്കെ, മുനവ്വറത്തി എന്ന് പറഞ്ഞാൽ അതൊരു നഅത്താണ് കേട്ടോ, അത് ഇൻഷാ അല്ലാഹ് ഇനി വരുന്നുണ്ട്, നമുക്ക് പഠിക്കാം. ഹുവ മുബ്തദ ഫിൽ മദീനത്തി ജാറും വ മജ്റൂർ ശിബ്ഹു ജുംല ഖബർ കേട്ടോ, നമുക്കത് വരുന്നുണ്ട്, നമുക്കത് പഠിക്കാം. ഇനി അടുത്തത് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ വായിക്കുന്നത് മാറിയത് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. 13 ബിന്തു ഹാമിദിൻ ഫിൽ മദ്രസത്തി വ ബിന്തു മുഹമ്മദിൻ ഫിൽ ജാമിഅത്തി, ഹാമിദിൻ്റെ പെൺകുട്ടി സ്കൂളിലും മുഹമ്മദിൻ്റെ പെൺകുട്ടി ജാമിഅ അഥവാ യൂണിവേഴ്സിറ്റിയിലും ആകുന്നു. ഓക്കെ, ബിന്തു എന്നുള്ളതാണ് മുബ്തദ, വഹുവ മുളാഫ്, ഹാമിദീൻ മുളാഫുൻ ഇലൈഹി, ഇതിൻ്റെ ഖബറാണ് ഫിൽ മദ്രസത്തി, ജാറുൻ വ മജ്റൂർ ശിബ്ഹു ജുംല ഖബർ, വാവുൽ അത്ഫ്, ബിന്തു എന്നുള്ളത് മുബ്തദ, വഹുവ മുളാഫ്, മുഹമ്മദീൻ മുളാഫുൻ ഇലൈഹി, ഫിൽ ജാമിഅത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അടുത്തത് ഇസ്മുൽ മുദർരിസി സഈദുൻ, അധ്യാപകൻ്റെ പേര് സഈദുൻ എന്നാകുന്നു. വസ്മുൽ മുഹന്ദിസി ഖാലിദുൻ, ഖാലിദ് എഞ്ചിനീയറുടെ പേര് ഖാലിദുൻ എന്നുമാകുന്നു. ഇസ്മു മുബ്തദ വഹുവ മുളാഫ്, അൽ മുദർരിസി മുളാഫുൻ ഇലൈഹി, സഈദുനാണ് അതിൻ്റെ ഖബർ, വാവുൽ അത്ഫ്. ഇസ്മു മുബ്തദ വഹുവ മുളാഫ്, അൽ മുഹന്ദിസി മുളാഫുൻ ഇലൈഹി, ഖാലിദുൻ എന്നുള്ളത് ഖബറാണ് കേട്ടോ. ഓക്കെ, അടുത്തത് അമ്മു താലിബി ഗനിയുൻ, വിദ്യാർത്ഥിയുടെ അമ്മാവൻ, പിതൃവ്യൻ, അമ്മു എന്നാണ് അമ്മാവൻ, അമ്മു താലിബി വിദ്യാർത്ഥിയുടെ അമ്മാവൻ റിച്ചാണ്, പണക്കാരനാകുന്നു. അമ്മു മുബ്തദ വഹുവ മുളാഫ്, അത്താലിബി മുളാഫുൻ ഇലൈഹി, ഗനിയുൻ എന്നുള്ളതാണ് അതിൻ്റെ ഖബർ. ഓക്കെ, അടുത്തത് ബാബുൽ മസ്ജിദി മഫ്തൂഹുൻ വ ബാബുൽ മദ്രസതി മുഗ്ലഖുൻ, പള്ളിയുടെ വാതിൽ തുറക്കപ്പെട്ടതും മദ്രസയുടെ വാതിൽ അടക്കപ്പെട്ടതുമാകുന്നു. മഫ്തൂഹുൻ എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടത്, മുഗ്ലഖുൻ എന്ന് പറഞ്ഞാൽ അടക്കപ്പെട്ടത്. ഓക്കെ, ബാബു എന്നുള്ളത് മുബ്തദ വഹുവ മുളാഫ്, അൽ മസ്ജിദി മുളാഫുൻ ഇലൈഹി, പള്ളിയുടെ വാതിൽ, മഫ്തൂഹുനാണ് അതിൻ്റെ ഖബർ, വാവുൽ അത്ഫ്, ബാബു എന്നുള്ളത് മുബ്തദ വഹുവ മുളാഫ്, അൽ മദ്രസതി മുളാഫുൻ ഇലൈഹി, മുഗ്ലഖുനാണ് അതിൻ്റെ ഖബർ. അടുത്തത് ഏതാ, ഖാലു ഹാമിദിൻ ഫഖീറുൻ, ഹാമിദിൻ്റെ അങ്കിള് ഫക്കീറാണ്. ഓക്കെ, ഖാലുൻ അമ്മുൻ്റെ വ്യത്യാസമൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഖാലുൻ അമ്മുൻ എന്ന് പറഞ്ഞാൽ മറ്റേണ്, അതായത് ഉപ്പാൻ്റെ അത് ഫാദറിൻ്റെ ബ്രദറാണ് അമ്മുൻ. ഖാലു എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ബ്രദർ കേട്ടോ. ഓക്കെ, ഖാലു ഹാമിദ്, ഹാമിദിൻ്റെ അങ്കിൾ എന്താ, ഖാലു ഹാമിദിൻ ഫഖീറുൻ, പാവപ്പെട്ടവനാകുന്നു. ഓക്കെ, ഖാലു മുബ്തദ വഹുവ മുളാഫ്, ഹാമിദിൻ മുളാഫിൻ ഇലൈഹി, ഫഖീറുനാണ് അതിൻ്റെ ഖബർ. സയ്യാറത്തു അബ്ബാസിൻ ഫിശ്ശാരിഇ, അബ്ബാസിൻ്റെ കാറ് സ്ട്രീറ്റിലാണ്. ഓക്കെ, സ്ട്രീറ്റിലാണ്. സയ്യാറത്തു മുബ്തദ വഹുവ മുളാഫ്, അബ്ബാസിൻ മുളാഫുൻ ഇലൈഹി. ഓക്കെ, ഫിശ്ശാരി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഓക്കെ, അടുത്തത് ഇബ്നു മൻ അൻത, നീ ആരുടെ മകനാണ്? ഇബ്നു മൻ,
ആരുടെ മകൻ. ഇബ്നു മൻ അൻത, നീ ആരുടെ മകനാണ്. അനബനുൽ മുദരിസി, ഞാൻ അധ്യാപകൻ്റെ മകനാണ്. അനബനുൽ ഹംസത്തുൽ വസ്ലിട്ട, ശ്രദ്ധിക്കുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. അനബനുൽ മുദരിസി, അന മുബത്തദ വഹുവ ഇല്ല, അന മുബത്തദ, ഇബ്നു എന്നുള്ളതാണ് ഖബർ, വഹുവ മുദാഫ്, അൽ മുദരിസി മുദാഫുൻ ഇലൈഹി. ഇനി ലാസ്റ്റത്തെ കേട്ടോ. ഐനൽ കൽബു, നായ എവിടെയാകുന്നു. അപ്പോൾ എന്താ പറഞ്ഞു, ഹുവ തഹ്ത സയ്യാറത്തി, അത് കാറിൻ്റെ അടിയിലാകുന്നു. ഹുവ തഹ്ത സയ്യാറത്തി, ഹുവ മുബത്തദയാണ്, തഹ്ത എന്നുള്ള ലൊർഫ് അല്ലേ, ലൊർഫാണ്, ലൊർഫുൽ മക്കാൻ, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്, അതാണ് അതിൻ്റെ ഖബർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിബുഹു ജുംല എന്നാണ് അതിനെ പറയുക. അതിനുശേഷം അഥവാ ഖബറായി വരുന്ന ലർഫിന് ശേഷം വരുന്ന അസ്സയ്യാറത്തി എന്നുള്ളത് മുദാഫിൻ ഇലൈഹി മജ്റൂർ ആണ് കേട്ടോ. ഇനി അടുത്ത എക്സസൈസ് നോക്കിയേ. കൗവിൻ, നീ ഉണ്ടാക്കണം, ജുമലൻ മുഫീദത്തൻ, ഉപകാരപ്രദമായ വാചകങ്ങൾ. ഓക്കെ, കംപ്ലീറ്റ് സെൻറ്റൻസസ്. ബി മൽ ഇ, നിറച്ചുകൊണ്ട്, എങ്ങനെ, ഫറാറി ബി ഫീമായി താഴെ തന്നിട്ടുള്ള ഒഴിഞ്ഞ ഭാഗങ്ങൾ നിറക്കണം. ഓക്കെ, ഡാഷ് അൽ ബൈത്തി മുഗലഖുൻ, ബാബുൽ ബൈത്തി മുഗലഖുൻ, വീടിൻ്റെ വാതിൽ അടക്കപ്പെട്ടതാകുന്നു. ഞാനിനി കൂടുതൽ മുബത്തദ ഖബറൊന്നും പറയണില്ല, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ളതാണല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. അടുത്തതൊക്കെ ഐന ഡാഷ് സയ്യാറത്തി, കാറിൻ്റെ എവിടെയാണ്, കാറിൻ്റെ ഐന മിഫ്താഹു സയ്യാറത്തി. നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, അലിഫ്ലാമൊന്നും ഇടാൻ പാടില്ല, തൻവീൻ ഇടാൻ പാടില്ല. കാരണം എന്താ, മുബത്തദയാണ് മുദാഫിനാണ് നമ്മൾ എഴുതണത്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, മിഫ്താഹു സയ്യാറത്തി. അടുത്തത് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുല്ലാഹി അല്ലേ, മുദാഫിനിലേഹി മജ്റൂറാക്കി എഴുതണേ, റസൂലുല്ലാഹി. അടുത്തത് 4 അഡാഷ് ത്വബീബി ബഈദുൻ, ഡോക്ടറുടെ എന്തോ ദൂരെയാണ്, എന്തായിരിക്കും, ബൈത്തു ത്വബീബി എന്നൊക്കെ എഴുതാം, ബൈത്തു ത്വബീബി. അലിഫ്ലാമോ തൻവീനോ ഇടാൻ പാടില്ല, മുദാഫാണ്, ശ്രദ്ധിക്കുക. അൽ ഖുർആനു കിതാബുല്ലാഹി അല്ലേ, മുദാഫിനിലേഹി മജ്റൂർ, ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ഖദീജത്തു ഡാഷ് ഹാമിദിൻ, ഖദീജ ഹാമിദിൻ്റെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ബിന്തു എന്നൊക്കെ എഴുതാം കേട്ടോ, ഖദീജത്തു. ഓക്കെ, ഖദീജത്തു തൻവീൻ വരാത്തത് അറിയാലോ, 3 അക്ഷരത്തിൽ കൂടുതലുള്ള സ്ത്രീനാമങ്ങൾ തൻവീനെ സ്വീകരിക്കുകയില്ല. അടുത്തത് ബിന്തു എഴുതാം കേട്ടോ, ബിന്തു ഹാമിദിൻ, ഹാമിദിൻ്റെ പെൺകുട്ടിയാകും, മോളാകുന്നു. അന, ഞാൻ, ഡാഷ് മുദരിസ്, ഞാൻ മുദരിസിൻ്റെ, അന ഇബ്നു എന്ന് എഴുതാം കേട്ടോ. ഡാഷ് അത്താലിബി മക്സൂർ, വിദ്യാർത്ഥിയുടെ എന്തോ പൊട്ടിയിട്ടുണ്ട്, എന്തായിരിക്കും, കലമുത്താലിബി എഴുതിക്കോളൂ, കലമുത്താലിബി. ഓക്കെ, നമുക്കിഷ്ടമുള്ളത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ബാബു ഡാഷ് മഫ്തൂഹുൻ, എന്തിൻ്റെ കൊണ്ട് വാതിൽ തുറന്നിട്ടുണ്ട്, എന്തായിരിക്കും, ബാബുൽ മസ്ജിദി എന്നൊക്കെ എഴുതാം കേട്ടോ, പള്ളിയുടെ വാതിൽ, മുദാഫിനിലേഹി മജ്റൂറാക്കി എഴുതാം കേട്ടോ, അല്ലെങ്കിൽ ബാബുൽ മദ്രസത്തി എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം, ബാബുൽ ബൈത്തി അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അടുത്തത് ഖറജ മുദരിസു മിൻ ഡാഷ് മുദീറി, അധ്യാപകൻ മുദീറിൻ്റെ ഡാഷിൽ എന്തിൽതായിരിക്കും, ഉർഫത്തു എഴുതിക്കോളൂ കേട്ടോ, അതിൽ നിന്ന് പുറപ്പെട്ടു. ഓക്കെ, ഖറജ എന്നുള്ളത് എന്താ, ഫിലുൽ മാദി അല്ലേ, ഫിലാണ്, അൽ മുദരിസു ഫായിലാണ് കേട്ടോ. അടുത്തത് സ്വഹിഹി അത്തർഖീബാത്തി താലിയ, താഴെ തന്നിട്ടുള്ള അതിനെ നമ്മൾ എന്താ ചെയ്യുക, ശരിയാക്കുക. അവിടെ കുറച്ച് തെറ്റുകളുണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, അൽ ഖലമു അത്താലിബി, അതെന്താ, അൽ ഖലമു അത്താലിബി, അൽ ഖലമു വിദ്യാർത്ഥി പേന എന്നൊക്കെയാണ്, ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെ എഴുതുക, വിദ്യാർത്ഥിയുടെ പേന എന്നാക്കണം നമ്മൾ. അപ്പോൾ എങ്ങനെ എഴുതുന്നത്, ഖലമു താലിബി, അലിഫ്ലാം കൊണ്ട് മാറ്റുക, ഖലമു താലിബി. ഓക്കെ, അടുത്തത് ബാബുൻ അസയ്യാറത്തി, നമ്മളെങ്ങനെ എഴുതണം, ബാബു സയ്യാറത്തി, തൻവീൻ ഒഴിവാക്കുക കേട്ടോ. ബിന്തു ഹാമിദുൻ, ഹാമിദിൻ, ഹാമിദിൻ്റെ പെൺകുട്ടി, ബിന്തു ഹാമിദിൻ. അടുത്തത് റസൂലുല്ലാഹി, അങ്ങനെ എഴുതാൻ പാടില്ല, റസൂലുല്ലാഹി. ഓക്കെ, മുദാഫ് അലിഫ്ലാമിനെ സ്വീകരിക്കുകയില്ല. അടുത്തതാ ഇസ്മുൽ വലദി, വലദാണ് തന്നിട്ടുള്ളത്, വലദി മുദാഫിനിലേഹി മജ്റൂറാക്കണേ. ഇബ്നുൽ മുദരിസിൻ, തൻവീന കൂടുതൽ, മുദരിസി.
അങ്ങനെയാണ് വരാൻ പാടുള്ളൂ. അടുത്ത ഏഴാമത്തെ കേട്ടാ മുഹമ്മദുൻ, മുഹമ്മദ്. യാ മുഹമ്മദു. അപ്പോൾ ഹർഫ് നിദാഉ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ തൻവീനെ ഒഴിവാക്കിയിട്ട് ദമ്മ കൊടുക്കണം. ഉസ്താദുൻ യാ ഉസ്താദു. ഖാലിദുൻ യാ ഖാലിദു. വലതുൻ യാ വലതു. അറിയാലോ, മുനാദ ഒരു വാക്കാണെങ്കിൽ നമ്മൾ പഠിച്ചു അല്ലേ, ദമ്മ കൊടുക്കണം. അടുത്തത് ഇഖ്റ വക്തുബ് മഅ ദബതി അവാഖിരിൽ കലിമാത്തി. അവസാനങ്ങൾ, വാക്കുകളുടെ അവസാനത്തിൻ്റെ ഹർക്കത്ത് വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ എഴുതണം, വായിക്കണം. യാ അലിയു, കണ്ടോ, യാ അബ്ബാസു. ഷെയ്ഖുൻ ഒറ്റയ്ക്കല്ലേ അത്. യാ ഷെയ്ഖു. യാ റജുലു. യാസിറുൻ. യാ അമ്മാറുൻ. ദുക്തൂറുൻ. യാ ദുക്തൂറു. സാധാരണ ദുക്തൂർ എന്ന് പറയാൻ റിസർച്ചൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് കേട്ടോ ദുക്തൂർ, അല്ലെങ്കിൽ തൊബീബ് എന്നൊക്കെയാണ് പറയുക. മെഡിക്കൽ ഡോക്ടറൊക്കെ തൊബീബ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ഇഖ്റ അൽ മിസാൽ അതിസുമ്മ കബിൻ. അതായത് നിങ്ങൾ ഉദാഹരണത്തിലെ പോലെ താഴെ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുഷീറല്ലേ സൂറത്തി, ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതേപോലെ അതിൽ തന്ന പോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഏഴാമത്തെ അല്ല കേട്ടോ, എട്ടാമത്തെ. ഒന്നാമത്തെ എന്താ, കിതാബു മൻഹാദ, ആരുടെ പുസ്തകമാണ് ഇത്. അപ്പോൾ നമ്മൾ മൻ എന്നുള്ളത് രണ്ടാമത് വെക്കുക അല്ലേ. അടുത്തത് കലമു മൻഹാദ, ശ്രദ്ധിക്കണേ, കലമു മൻഹാദ, ഇതാരുടെ പെന്നാകുന്നു. മിഫ്താഹു മൻഹാദ. ഓക്കെ, എൻ്റെ ബുക്കിൽ അങ്ങനെയുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഖമീസുനല്ല, ഖമീസുൻ മൻഹാദ, ബൈത്തു മൻഹാദ. ഓക്കെ, സരീറു മൻഹാദ. ഇങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ, ആരുടെ എന്നർത്ഥം കിട്ടുന്നതിൽ. ഓക്കെ, അടുത്തത് ഇസ്മുൻ എന്നുണ്ടോ. ഇസ്മുൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒമ്പതാമത്തെ ഏട്ടാ. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പേര് അല്ലേ. ആ ഇസ്മുൻ്റെ ആദ്യത്തെ ലെറ്റർ അലിഫാണ്, ഹംസയല്ല, അത് ഹംസത്തുൽ വസ്ലാണ്. ഒരു വാക്കിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മളത് ഉച്ചരിക്കും, ഒരു വാചകത്തിൻ്റെ ഇടയിലാണെങ്കിൽ, ഒരു വാചകത്തിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കും, ഒരു വാചകത്തിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മളത് ഉച്ചരിക്കുകയില്ല. ഓക്കെ ഓക്കെ ഇസ്മുൽ വലദി മുഹമ്മദുൻ വസ്മുൽ ബിൻതി സൈനബുൻ. വസ്മു, കണ്ട, വസ്മു. ഇസ്മുൽ വലദി മുഹമ്മദുൻ വസ്മുൽ ബിൻതി സൈനബുൻ. ഓക്കെ, മുഹമ്മദിൻ്റെ ആൺകുട്ടിയുടെ ഇസ്മുൽ വലദി, ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് എന്നും പെൺകുട്ടിയുടെ പേര് സൈനബു എന്നുമാകുന്നു. ഓക്കെ, സൈനബുൻ വരില്ല അല്ലേ, മംനൂ മിന സർഫ്. അടുത്തത് ഇസ്മുൽ മുദരിസി ഹാമിദുൻ. മസ്മുൽ മുദീരി, മസ്മുൽ മുദീരി, കണ്ടോ, മസ്മുൽ മുദീരി. ഇനി ഇബ്നുനും അതേപോലെ തന്നെ ഹംസത്തുൽ വസ്ലാണ്. ഓക്കെ, ഇബ്നു ഖാലിദിൻ ഫിൽ മദ്രസതി വബ്നു ഹാമിദിൻ ഫിൽ ജാമിഅതി വബ്നു. അടുത്തത് ഇബ്നുൽ മുദരിസി ഫിൽ ഫസ്ലി. ഐന ബനുൽ മുദീരി, മുദീറിൻ്റെ മകൻ എവിടെയാണ്, ഐന ബനുൽ മുദീരി. അടുത്തത് നോക്കിയേ, ഇബ്നുൽ മുദരിസി ഫിൽ ഫസ്ലി. നമ്മൾ വായിച്ചു അല്ലേ. ഓക്കെ, ഐന ബനുൽ മുദീരി. ഓക്കെ, അപ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഇഖ്റ മായലി. നമ്മൾ മുറായിയൻ ഖവായിദൻ നുതുഖിൽ ഹംസത്തുൽ വസ്ൽ. ഹംസത്തുൽ വസ്ലിൻ്റെ ഉച്ചാരണത്തിലുള്ള ഖവായിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചാരണ നിയമങ്ങൾ, ഖവായിദൻ നുതുഖി, ഉച്ചാരണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, മുറായിയൻ പാലിച്ചുകൊണ്ട് താഴെ തന്നിട്ടുള്ളത് നമ്മൾ വായിക്കണം. ഓക്കെ, ഇബ്നു മുഹമ്മദിൻ ഫിൽ ഇറാഖി വബ്നു ഹാമിദിൻ ഫിൽ ഹിന്ദി. മുഹമ്മദിൻ്റെ മകൻ ഇറാഖിലും ഹാമിദിൻ്റെ മകൻ ഇന്ത്യയിലുമാകുന്നു. ഖറജ ഇബ്നു തബീബി മിനൽ ബൈത്തി. ഓക്കെ, ഡോക്ടറുടെ മകൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇബ്നു എന്നുള്ളതിൻ്റെ ഹംസത്തുൽ വസ്ലാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ദഹബ ഇബ്നു താജിരി ഇല സൂഖി. താജിറിൻ്റെ മകൻ പോയി, ഇടയ്ക്ക് അങ്ങാടിയിലേക്ക് പോയി. ഇസ്മുൽ മുഹന്ദിസി ഫൈസലുൻ വസ്മു തബീബി മസ്ഊദുൻ. ഓക്കെ, മുഹന്ദിസിൻ്റെ പേര് ഫൈസൽ എന്നും ഡോക്ടറുടെ പേര് മസ്ഊദ് എന്നുമാകുന്നു. മസ്മുർ റജുലി,
പുരുഷൻ്റെ പേരെന്താകുന്നു? ഇബ്നു. ഇബ്നു മൻ അൻത, നീ ആരുടെ മകനാകുന്നു? അനബനുൽ വസീരി, ഞാൻ മന്ത്രിൻ്റെ മകനാകുന്നു. ഇനി അൽ കലിമാത്തു ജദീദ്, പുതിയ പദങ്ങൾ. അർ റസൂലു, അൽ കഅബത്തു, അൽ ഇസ്മു, അൽ ഇബ്നു, അൽ അമ്മു, അൽ ഖാലു, അൽ ഹഖീബത്തു, അസ്സയ്യാറത്തു, അശ്ശാരിഉ, മുഗ്ലഖുൻ, തഹ്ത, ഹുനാക ഒക്കെ അറിയണമാണ് അല്ലേ. സയ്യാറത്തുൽ മുദരിസി, എന്താ സയ്യാറത്തു എന്നുള്ളത് മുലാഫുനുമാണ്, അൽ മുദരിസി എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയും ആണ്. അൽഹംദുലില്ലാ, നമ്മുടെ പാഠം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അമ്മുൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അമ്മുൻ എന്ന് പറഞ്ഞാൽ അഹു അൽ അബി, ഉപ്പയുടെ സഹോദരൻ. അമ്മത്തു എന്നാൽ ഉഖ്തുൽ അബി, ഉപ്പയുടെ സഹോദരി. ഖാലുൻ എന്ന് പറഞ്ഞാൽ അഹു അൽ ഉമ്മി, ഉമ്മയുടെ സഹോദരൻ. ഖാലത്തുൻ ഉഖ്തുൽ ഉമ്മി, ഉമ്മയുടെ സഹോദരി. അപ്പോൾ അമ്മുനും ഖാലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അമ്മു എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ ബ്രദറാണ്. ഖാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ബ്രദറാണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു മുത്തറാദിഫ് പഠിക്കാം കേട്ടോ. ദഫ്തറുൻ, ദഫ്തറിൻ്റെ മുത്തറാദിഫാണ് ഖുറാസത്ത്, നോട്ട്ബുക്ക്. ഇനി ഒരു 2-3 ലിദ്ദുകൾ, വിപരീത പദങ്ങൾ. ഓക്കെ, മഫ്തൂഹുൻ തുറക്കപ്പെട്ടത്, മുഗ്ലഖുൻ അടക്കപ്പെട്ടത്, ഖരീബുൻ അടുത്ത്, ബഈദുൻ ദൂരെ, ഫാർ. ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ, ഹുനാക്ക അവിടെ. ഇനി ഒരു 3 ജംഉകൾ, ബഹുവചനങ്ങൾ. തംരീനുൻ നമ്മുടെ ലെസണിൽ വരുന്നതാണ് കേട്ടോ. തമാരീനു എക്സസൈസസ്. സൂറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? പിക്ചർ. സുവറുൻ പിക്ചേഴ്സ്. ജുംലത്തുൻ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്. ജുമലുൻ സെൻറ്റൻസസ്, വാചകങ്ങൾ. ഓക്കെ, ഇത്രയുള്ള. നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.